അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട ജഡ്ജസ്, ഉസ്താദുമാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ വന്നത് ഒരു കഥയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കൂലേ? പണ്ട് മദീനയിൽ കാലങ്ങൾക്ക് മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തങ്ങളും കൂട്ടായ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അബൂജഹലും കൂട്ടുകാരായിരുന്നു. അവര് പറഞ്ഞാണ്ടല്ലോ, നമ്മളെ ചങ്കിൻ്റെ മാര്യന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അതേമാതിരി ഓനെ തൊട്ട ഇവനിറങ്ങും, ഇവനെ തൊട്ട ഓനിറങ്ങും. അങ്ങനെ കേട്ടോ. അങ്ങനെ ഒരു ദിവസം അബൂജഹൽ വെച്ച്, ഇങ്ങക്ക് നബി തങ്ങൾ തല എടുക്കാൻ കഴിയോ ആർക്കാണെന്ന് വെച്ച്. അപ്പോൾ ഉമർ ഇങ്ങണ്ടല്ലോ കൈ അങ്ങോട്ട് പൊക്കി. ഇത് കണ്ട എല്ലാവരും അമ്പായിരുന്നു. നബി തങ്ങളെ തലേ, അല്ലാ പഠിച്ച സുബ്ഹാനേ. അതെ, നബി തങ്ങൾ തല എടുക്കാൻ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഉമർ റളിയല്ലാഹു കൈ പൊക്കിയില്ലേ. കൈ പൊക്കിയ സമയത്ത് അബൂജഹൽ പറഞ്ഞു, എന്നാ ഇപ്പം തന്നെ പോയിക്കോ തല എടുക്കാൻ. ഇത് കേട്ട എല്ലാവരും അമ്പായിരുന്നു. നബി തങ്ങളെ തലേ, എത്തായി കേൾക്കണത് ലോകത്തിൻ്റെ രാജാവിൻ്റെ തല. അത് ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, വാളിൻ്റെ ഉറയിൽ നിന്നും വാളിങ്ങനെ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ടോ. വാളുറലൊന്നും കൊണ്ടുപോകണില്ല, വാള് മാത്രം എടുത്ത് ചീറിപ്പാന് പോകുക തന്നെ. ബ്രേക്കൊന്നുമില്ല, ആക്സിലേറ്റർ മാത്രം. ഇത് കണ്ടിട്ട് ഒരു സാബി വെച്ചു, ഇജ് എങ്ങോട്ടത്ര വേഗത്തിൽ? അപ്പോൾ ഉമർ പറയാ, ഞാൻ നബി തങ്ങളെ തലെടുക്കും. ഇത് കേട്ട സാബി അങ്ങോട്ട് തിരിച്ച് പറഞ്ഞില്ല, മക്കളെ എൻ്റെ അനിയത്തി ഉണ്ടല്ലോ ഇസ്ലാം സ്വീകരിച്ചു കേട്ടോ. ഇത് കേട്ട ഉമറിന് ആകെ ഷോക്കളിയ സമയത്ത് ഉമർ നേരെ പോകണത് ഉമറിൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക്. ഉമറിൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെത്തി. അപ്പം അവിടുന്ന് ഒരു സൗണ്ട്, എന്തോ ഓതണ് ഖുർആന്, ത്വഹ എന്നുള്ള വചനം. അത് കേട്ട് ഉമറിൻ്റെ മനസ്സിക്ക് എന്തോ ഒരു കാരുണ്യം തോന്നി. ഉമർ പോയിട്ടുണ്ടല്ലോ വാതിലിങ്ങനെ മുട്ടി. അപ്പോൾ ഫാത്തിമാമി ടും ടും എന്നുള്ള സൗണ്ട് കേട്ട്. അപ്പോൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ പറഞ്ഞു, എൻ്റെ ഏട്ടനായ ഉമറാന്ന് പറഞ്ഞു. അങ്ങനെ ഉമറിന് വന്നപ്പോൾ വാതിലിങ്ങനെ തുറന്നിട്ടോ. തുറന്ന സമയത്ത് എന്തേ ഉമറെ വെച്ച്, ഇജ് ഇസ്ലാം സ്വീകരിച്ചോണോ വെച്ച്. സ്വീകരിച്ചെന്ന് പറഞ്ഞ്. അങ്ങനെ എന്തേ കാരണം വെച്ച്, എനിക്ക് നബി തങ്ങളോട് മുഹബത്ത് തോന്നി, ഞാൻ സ്വീകരിച്ചു പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ പറഞ്ഞ്, ഇജ് ഓതി ആ വചനം ഉണ്ടല്ലോ അത് എനിക്ക് തരുമോ വെച്ച്. അപ്പം പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു. എന്തേ കാരണം ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അനിയത്തി പറഞ്ഞു, അത് തരാൻ പറ്റൂല, അത് കുളിച്ച് ശുദ്ധിയായതിൻ്റെ ശേഷം തരാൻ പറ്റൂ. കുളിച്ചൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു തരുമോന്ന് ചോദിച്ചിട്ടോ. കൊടുത്തില്ല. അപ്പം എന്തേന്ന് ചോദിച്ചു. ഉളു എടുക്കണം പറഞ്ഞു. അപ്പോൾ ഉളു എടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല കേട്ടോ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അനിയത്തി ഉണ്ടല്ലോ ഉളു ഇങ്ങനെ എടുത്തു കൊടുക്കുക. ആദ്യം കൈ ഇങ്ങനെ കഴുകി കൊടുത്ത്, പിന്നെ തലയും കൈയും കാലൊക്കെ കഴുകിട്ടോ. കഴിഞ്ഞതിന് സമയത്ത് ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുമ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു പറ്റൂല പറഞ്ഞു. എന്തേ കാരണം വെച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നെ ചീരിപ്പാനുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി ബ്രേക്കൊന്നുമില്ല, വേഗം. ഇത് തലെടുക്കാനല്ല കേട്ടോ, മുസ്ലിമായി വരാനാണ്. അങ്ങനെ പോണ സമയത്തെ ഹംസ റളിയല്ലാഹു അൻഹു കണ്ണിട്ട് ഇങ്ങനെ നോക്കണ്. അതെ, ഇത് കണ്ട ഹംസ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വേഗം ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയോളി, ഉമർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉമർ വരുന്നത് കണ്ട് നബി തങ്ങളും ആകെ ഷോക്കായ സമയത്ത് ആ റൂം പൂട്ടിട്ടോ. റൂം പൂട്ടിയതിന് ശേഷം ഹംസ റളിയല്ലാഹു അൻഹു അവിടെ കാവലുമാരി ഇങ്ങനെ സ്ട്രോങ്ങിൽ ഇങ്ങോട്ട് നിൽക്കുക. ആ നിൽക്കൽ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്തേന്ന് ചോദിച്ചു ഹംസ. അപ്പം പറഞ്ഞു പറ്റൂല, എനിക്ക് നബി തങ്ങളൊന്ന് അർജൻറ്റായിട്ട് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ വാതിൽ തുറക്കൂല പറഞ്ഞു. അപ്പം പറഞ്ഞു എനിക്കൊരു അർജൻറ്റായിട്ടാണ് പറഞ്ഞു. ഇജ് എന്ത് അർജൻറ്റായില്ല, ഇജ് എൻ്റെ തല എടുത്താലേ നബി തങ്ങളെ കാണൂന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങളെ അങ്ങനെ ഉണ്ടല്ലോ ഉമറിനോട് ഹംസ പറഞ്ഞു, എൻ്റെ തല എടുത്താലേ ഇജ് ഇവിടുന്ന് പോകുക പറഞ്ഞു നബി തങ്ങളെ കാണാൻ. അപ്പം നബി തങ്ങളെ ഒന്നിങ്ങനെ തലട്ട് നോക്കിയിട്ട് ഹംസനോട് പറഞ്ഞു, ഉമറിനെ ഇങ്ങോട്ട് കടത്തി വിട്ടാള് പറഞ്ഞു.
അങ്ങനെ ആ റൂമിൻ്റെ കുറ്റി ഇങ്ങനെ തുറന്നിട്ടോ, അത് കണ്ടെല്ലാവരും ഞെട്ടി തല പോകും. അങ്ങനെ പോയതൊന്നുമില്ല. ഉമർ പോയിട്ട് മുട്ടുകുട്ടി അങ്ങോട്ട് ഇരുന്നിട്ട് ഷഹാദത്ത് കലിമല്ലി സുഹൃത്തുക്കളെ. അങ്ങനെ അവിടെ കണ്ടവരെല്ലാം ഞെട്ടിയൊന്നും ഇങ്ങോട്ട് പോയി. ഇത് കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക്ക് വരുന്നതേ 2 പുലികൾ എത്തിട്ടോ. അങ്ങനെ ഉമർ റളിയല്ലാഹു ചോദിച്ചു, നബിയെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണ് ഇസ്ലാം ഇവിടെ പരത്തിയത് എന്ന് ചോദിച്ചു. ഇവിടെ ഇങ്ങനെ ആൾക്കാർക്ക് എത്തിച്ചതെന്ന് ചോദിച്ചു. അങ്ങനെ നബി തങ്ങളൊരു സ്വരത്തിലുള്ള വാക്ക്, ഉമറേ ഞാൻ രഹസ്യമായിട്ടാണ് നടത്തിയത് പറഞ്ഞു. അപ്പോൾ ഉമർ പറഞ്ഞു, നിങ്ങളെന്തിനാ ഇങ്ങനെ രഹസ്യമാക്കിയിട്ട് ഓരോരോ ചെവിയിൽ ഇങ്ങനെ പറയാൻ പോണേ? അപ്പം പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, എനിക്കിവിടെയുള്ള ശത്രുക്കളെ പേടിയാണ് എന്ന് പറഞ്ഞു. ആരാ പറയണേ? ലോകത്തിൻ്റെ രാജാവ്. അങ്ങനെ ഉണ്ടല്ലോ, ലോകത്തിൻ്റെ രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ അവനൊരു ആശ്ചര്യത്തോടുള്ള ചോദ്യം, എന്തിനാ രഹസ്യമായിട്ട് പരസ്യമായിട്ട് തുടങ്ങിക്കോളി പറഞ്ഞു. കാരണം എന്താ, ഉമറാ കൂടെ ഉള്ളത്, അതും മുസ്ലിമായിട്ട് പുലിയായിട്ട്. അങ്ങനെ ഉണ്ടല്ലോ, കുതിരമ അങ്ങോട്ട് ഉമർ ഇങ്ങോട്ട് കയറി നിന്നിട്ടോ, കുതിരക്ക് ഇങ്ങോട്ട് വെയിറ്റ് താങ്ങാനാവണില്ല. കാരണം എന്താ, ഉമറിൻ്റെ മസിലേ എന്താ മസില്! ഓ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ പാറക്കല്ല് മാറിയുള്ള മസില്. ആ മസിലും വെച്ചിട്ട് മക്കത്തും അങ്ങോട്ട് പോയി. മക്കത്തെത്തിയപ്പോൾ അബൂജഹലൊന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുള്ള നോട്ടം, ആ നോട്ടം കണ്ടിട്ടോ, അത് എങ്ങനെ ഒരു എത്തിയിട്ടുള്ളൊരു നോട്ടം. അങ്ങനെ ഇത് കണ്ട അബൂജഹൽ ഷോക്ക്, പെരുത്ത ഷോക്ക്. ആരാ പോയത്? ഉമർ. അങ്ങനെ കാഫിര്യങ്ങളുള്ള പുലി മുസ്ലിമീങ്ങൾ കൂട്ടത്തേക്ക് പോയി. ഇത് കണ്ട അബൂജഹൽ ആകെ വെട്ടി വിറച്ചു. അപ്പം ഉണ്ടല്ലോ മുത്തുനബി ഇങ്ങനെ പരസ്യമാക്കി തുടങ്ങി. അങ്ങനെ മാലിക് ദിനാർ സംഘവും ഇങ്ങോട്ടെത്തിയതാണ് ഈ കൊച്ചു കേരളത്തേക്കുള്ള ഈ മുസ്ലിം സമുദായം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.